ഭാഗവത നിത്യപാരായണം. ഇന്ന് ഭഗവാന്റെ തൃക്കാൽക്കൽ ദശമസ്കന്ധത്തിലെ 79-ാമത്തെ അധ്യായം. ഭഗവാൻ ബലരാമസ്വാമി ആ സൂതനെ വധിക്കുകയും അദ്ദേഹത്തിൻ്റെ പുത്രനെ അവിടെ കഥ പറയാനാക്കുകയും ചെയ്തതിനു ശേഷം അതിന് പരിഹാരമായിട്ട് അല്ലെങ്കിൽ പ്രായശ്ചിത്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് പറയുമ്പോൾ ബല്വലൻ എന്നുള്ള ഇല്വലൻ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ദ്രോഹം സഹിക്കാൻ കഴിയുന്നില്ല, ഞങ്ങളെ യാഗം ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അവരെ വധിച്ചു തരണമെന്ന് പറയുകയും അപ്രകാരം അവിടെ തന്നെ താമസിച്ച് അവരെ വധിക്കുകയും പിന്നീട് തൻ്റെ തീർത്ഥയാത്ര തുടരുകയും ഒക്കെ ചെയ്യുന്ന ഭാഗമാണ് ഈ 79-ാമത്തെ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. എല്ലാവരുടെയും ആയുരാരോഗ്യ സൗഖ്യത്തിനും നന്മയ്ക്കുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവത പ്രാർത്ഥനാ ശ്ലോകങ്ങൾ. ഓം തത്സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധി കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോയം സഫലഃ സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. യദൂത്ത ലോക നാരായണ നമോസ്തുതേ. ഭവേ ഭവേ യദാ ഭക്തി പാദയോസ്തവ ജായതേ തദാ കുരുഷ്വ ദേവേശ നാദസ്തം നോ യദഃ പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം വരം തം നമാമി ഹരിം വരം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത വന്ദന ശ്ലോകങ്ങൾ. ഓം ജന്മാദസ്യേതോന്വയാദിതരഗച്ഛാത്വേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ അധികവയേ മുഹ്യന്തി യൽ സൂരയ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാശേന സദാ നിരസ്തകുഹകം സത്യം വരം ധീമഹി സത്യം വരം ധീമഹി. ധർമ്മപ്രോജിതഗൈതഗോത്രപരമോ നിർമത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുത്വദേന്ദ്രകൃതഭി ശുശ്രൂഷുഭി തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഘോരസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഭവേ ഭവേ യദാ ഭക്തി പാദയോസ്തവ ജായതേ തദാ കുരുഷ്വ ദേവേശ നാദസ്തം നോ യദഃ പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം വരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് മഹാഭാഗവതം ദശമസ്കന്ധത്തിലെ 79-ാമത്തെ അധ്യായം. അത ദശമസ്കന്ധ ഏകോനശീതിതമോധ്യായഃ. ശ്രീശുഗോവാച തതഃ പർവണ്യുപാവൃത്തി പ്രചണ്ഡപ്പാം സുവർഷണ ഭീമോ വായുരഭൂരാജൻ ഭൂയഗന്ധസ്തു സർവശം. തദോമേദ്യമയം വർഷം ബല്ലലേന വിനിർമ്മിതം അഭവത് യജ്ഞശാലായാം സോനദൃശ്യത ശൂലദൃക്ക്. തം വിലോക്യ ബഹിർകായം ഭിന്നഞ്ജനമയോപമം തപ്തതം രസികാശ്മസ്സും ദൃഷ്ടോ ഭൃഗൃപുഗൂഢിമകുമുഖം. തസ്മാ രാമസലം രാമ പരസൈന്യവിദാരണം
ഫലം ച ദൈത്യദമനം തേ തൂർണ ഉപതസ്ഥിതു തമാകൃഷ്യ ഹലാഗ്നേന ബല്ലലം ഗഗനേചരം കുശലേന ഹനക്രുദ്ധോ മൂർധനി ബ്രഹ്മദ്രുവം വദ സോപദദ്ഭുവി നിർഭിന്ന ലലാടോ സംസമുത്സജൻ മുഞ്ജന്നാത്തസ്വരം ശൈലോ യഥാ വജ്രഹദോരുണ സംസ്തുത്യമനയോ രാമം പത്മാവതീശ് വായിച്ചു നിങ്ങൾ വായിച്ചു ഇങ്ങോട്ട് മാറ്റണ്ടേ പത്മാവതീശ് വായിച്ചിട്ട് വായിച്ചോ ബുക്ക് മാറ്റണ്ടേ വൈജയന്തേ ദുർമാലാം ശ്രീരാമാമ്ലാന പങ്കജാം രാമായ വാസസി ദിവ്യേ ദിവ്യ മഹാഭരണാനി ച അധൈരഭ്യനുജ്ഞാത കൗശികീമേത്യ ബ്രാഹ്മണേ സ്നാത്വാ സരോവരമഗാത് യദസ്വരയുരാശ്രവത് അനുസ്രോതേന സരയും പ്രയാഗമുപഗമ്യ സാ സ്നാത്വാ സന്ദർഭ്യവേ ദേവാനിധീൻ ജഗാമകുലഹാശ്രമം ഗോമതീം ഗണ്ഡകീ സ്നാത്വാ വികാസം ശോണ ആപ്ലുത ഗയം ഗത്വാ പിതൂർനിഷ്ട്വാ ഗംഗാസാഗര സംഗമേ ഉപസ്പൃശ്യ മഹേന്ദ്രാജോ രാമം രാമൻ ദൃഷ്ടാഭിവന്ദിത സപ്തഗോദാവരീം വേണ പമ്പാം ഭീമരഥീം തഥാ ഓം ശ്രീകൃഷ്ണായ നമ. വല്വലനെയും ഇല്വലനെയും വധിച്ചതിന് ശേഷം ശ്രീ ബലരാമസ്വാമി പോകുന്ന തീർത്ഥാടന സ്ഥലങ്ങളാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിലുള്ള അധിക തീർത്ഥസ്ഥലങ്ങളും ഇതിൽ പറയുന്നുണ്ട്. ഓം തസ്സത് ഗോമതി അല്ല സ്കന്ദം ദൃഷ്ട്വാ യയോ രാമ ശ്രീശൈലം ഗിരിശാലയം ദ്രവിഡേഷു മഹാപുണ്യം ദൃഷ്ട്വാ വെങ്കടം പ്രഭു കാമഘോഷ്ണിം പുരീം കാഞ്ചീം കാവേരീം ച സരിദ്വരം ശ്രീരംഗാഖ്യം മഹാപുണ്യം എത്ര സന്നിഹിതോ ഹരി ഋഷഭാദ്രിം ഹരിക്ഷേത്രം ദക്ഷിണാം മധുരാം തഥാ സാമുദ്രം ചേതുമഗമൻ മഹാപാതകനാശനം തത്രായുധമദാധ്യേനുർ രമണേഭ്യോ ഹലായുധാ കൃതമാലാം താമ്രവർണ്ണീം വലയം ച കുലാചലം തത്രാഗസ്ത്യം സമാസീനം നമസ്കൃത്യാഭിവാദ്യ ച യോജിതസ്തേന ചാശീഭിർ അനുജ്ഞാതോ ഗതോർണവം ദക്ഷിണം തത്ര കന്യാക്യാം ദുർഗാദേവീം ദദർശസ ആസാദ്യ പഞ്ചാപ്സരം സമുത്തമം വിഷ്ണുസന്നിഹിതോ യത്ര സനാത്വാ സ്പർശദ്വായുധാം തഥോ വിവ്രജ്യ ഭഗവാൻ കേരളം വികർത്തകാൻ ഗോകർണാഖ്യം ശിവക്ഷേത്രം സാന്നിധ്യം യത്ര ദുർജടേ ഓം ശ്രീകൃഷ്ണ ദീപായനീം ദൃഷ്ട്വാ ശൂർപാര കമഗാദ്ബലാ താപീം പയൂഷ്ണീം നിർവിന്ധ്യാമുപസ്പൃശ്യാദണ്ഡകം. ആ കാലത്ത് തന്നെ കേരളമൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഈ ഭാഗവതത്തിൽ നിന്നും 5000 വർഷങ്ങൾക്ക് മുന്നേ രചിച്ച ഭാഗവതത്തിൽ ഭാരതത്തിലുള്ള എല്ലാ മുഖ്യ സ്ഥലങ്ങളും പരാമർശിക്കുന്നുണ്ട്. ആര്യാം ദ്വൈവായി നീന്തൃഷ്ട്വാ ശൂർപാകാരമകാസ്വരം അതിന്റെ അപ്പുറത്തേതാണ് വായിക്കേണ്ടത് 21 പ്രവിശ്യ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ. പ്രവിശ്യ ദേവാമഗമത് യത്ര മാഹിഷ്മതീപുരി മുനി തീർത്ഥമുപസ്പൃശ്യ പ്രഭാസം പുനരാഗമത് സുസ്വാദിതേകധ്യമാനം കുരു പാണ്ഡവ സംയോഗേ സവരാജ്യനിധനം ഭാരം മേനേവിദംഭുവ സഭീമ ദുര്യോധനവയോർഭ്യാം യാഭ്യം യുജ്യതോർമൃധേ വാരയിഷ്യൻ വിനശനം യുധിഷ്ഠിരസ്തുതം ദൃഷ്ട്വാ യമോ കൃഷ്ണാർജുന അവഭി ഗദാപാണിയൂപസ്പൃഷ്ട്വാ സംരബ്ധോ വിജയീഷിണോ മണ്ഡലാനി വിചിത്രാണി ചരന്താവിധമബ്രവീത്. ഓം ശ്രീകൃഷ്ണായ നമ. വളരെ അവിടെ യുദ്ധത്തിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഒടുവിൽ എല്ലാം നശിച്ചതിന് ശേഷം ഭീമനും ദുര്യോധനും തമ്മിൽ യുദ്ധം നടക്കുകയാണ് എന്നറിഞ്ഞിട്ട് തൻ്റെ ശിഷ്യന്മാരാണ് രണ്ടുപേരും അവിടെ വന്ന് ആ യുദ്ധം അവർ തമ്മിലുള്ള യുദ്ധം നിർത്താൻ ശ്രമിക്കുകയും ഇതിൽ ഫലമില്ലെന്ന് കണ്ട് ദ്വാരകയിലേക്ക് മടങ്ങിപ്പോവുകയുമാണ് ഭഗവാൻ ചെയ്യുന്നത്. അവരോട് പറയുന്ന ഉപദേശമാണ് കേട്ടത്. തസ്മാദേവ
തരസ്യേവ യുവയോ സമവീര്യയോ ന ലക്ഷ്യതേ ജയോന്യോ വാ വിരമത്വം ഫലോ ഗൃണം. തദ്വാക്യം ജഗൃഹദൂർ ബദ്ധവൈരോ നൃപാത്തവത് അനുസ്മരന്താവന്യോന്യം ദുരുക്തം ദുഷ്കൃതാനി ച. ജ്യേഷ്ഠം തദനുമന്യാനോ രാമോ ദ്വാരവതീമ്യയോ ഉഗ്രസേനാധിപീരേജ്ഞാധിപീ സംവാഗത. തം പുനർനൈമിഷം പ്രാപ്തോ മൃഷയോ യാജമാൻ മുദാ കൃത്വാംഗം ക്രതുഭിः സർവേ നിവൃത്താ കില വിഗ്രഹം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ദേവ്യോ വിശുദ്ധ വിജ്ഞാനം ഭഗവാൻ വിദരദ്വിഭു യേനൈവാത്മന്യതോ വിശ്യം ആത്മാനം വിശ്വകം വിദു. സ്വപജ്ഞാനവദസ്നാദോ ജ്ഞാതിബന്ധു സുഹൃദാ ഏകേഷു ജ്യോത്സ്നേവേന്ദു സുവാസാ സുഷ്ടലമൃതാ. വിജ്ഞാന സംഖ്യാനി ബലസ്യ ബലശാലിന അനന്തസ്യ അമേയസ്യ മായാമധ്യസ്യ സന്ധിഃ. യോരുസ്മരേത രാമസ്യ കർമ്മണ്യകർമ്മണ സായം പ്രാതരനന്ദസ്യ വിഷ്ണു സദ്രൈവോ ഭവേത്. ഓം തത്സത്. ഇത് ശ്രീമദ് മഹാഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ബലദേവതീർത്ഥയാത്രാ നിരൂപണം നാമ ഏകോനശീതിതമോऽധ്യായः. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത കീർത്തനം. ഓം ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. കിങ്കിണി പദകമല കൃഷ്ണ കങ്കണ കരയുഗള കുങ്കുമ പങ്കില വക്ഷസ്ഥലവര കുവലയദള നീല ദേവാ ജയ ജയ ഭാഗവത. നവനീതഹര കൃഷ്ണ കരുണീ ചിത്തഹര ദയയാ പാലയ ദാമോദര ഹരി തുളസീ ദാമോദര ദേവാ ജയ ജയ ഭാഗവത. ഗോവർദ്ധന ഹരണ കൃഷ്ണ ഗോപീ ജനരമണ കോമള പല്ലവ സുന്ദര ചരണ കോകില മധുവചന ദേവാ ജയ ജയ ഭാഗവത. നന്ദകുമാര ഹരേ കൃഷ്ണ നാരദ ഗീത ഗുണ നാരായണ വര ഭട്ടതിരീകൃത സ്തുതിവര ശുഭ ഫലദ ദേവാ ജയ ജയ ഭാഗവത. പൂന്താന പ്രിയ ഹേ കൃഷ്ണ വൃന്ദാവന രസിക പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദ സരോജയുഗ ദേവാ ജയ ജയ ഭാഗവത. ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ജയ ഗുരുമാരുത മന്ദിരനാഥ ജയ ജഗദീശ ഹരേ ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ദേവാ ജയ ജയ ഭാഗവത. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ശങ്കരാചാര്യ വിരചിത വിഷ്ണു ഭുജംഗ പ്രയാഗത്തോടുകൂടി ഇന്നത്തെ പാരായണ ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുകയാണ്. ഓം തത്സത്. വിദംശം വിദം നിർമ്മലം നിർവികൽപം നിരീഹം നിരാകാരമോങ്കാരഗമ്യം ഗുണാതീതമവ്യക്തമേകം തുരീയം പരം